ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ. നമുക്ക് ആദ്യം RMS വാല്യൂവിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ദ RMS വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദ DC കറണ്ട് which when flows through a given resistance for a given time produces the same amount of heat as produced by the AC current when flowing through same resistance for a same time. എന്ന് വെച്ചാൽ നമ്മളൊരു റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുക. ആ റെസിസ്റ്റൻസിലേക്ക് എന്ത് കൊടുക്കുക? ഒരു 5 സെക്കൻഡ് സമയം അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് സമയം എന്ത് കൊടുക്കുക? ഒരു AC കറണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ AC കറണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ ഹീറ്റ് എത്രയാണെന്ന് നോട്ട് ചെയ്യാം. അതേ ഹീറ്റ് അതേ 10 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ അതേ ഹീറ്റ് കിട്ടാൻ വേണ്ടി എത്ര DC കറണ്ട് കൊടുക്കണോ ആ DC കറണ്ടിൻ്റെ വാല്യൂവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? RMS വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ കറക്റ്റായിട്ട് നോക്കുക. ദ RMS വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദ DC കറണ്ട് which when flows through a given resistance for a given time produces the same amount of heat as produced by the AC current when flowing through same resistance for the same time. Average value എന്താ പറഞ്ഞ? സെയിം എമൗണ്ട് ഓഫ് ചാർജ് ആയിരുന്നു. ഓക്കെ, RMS വാല്യൂ വരുമ്പോൾ ചാർജ് അല്ല, സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് RMS വാല്യൂ നമുക്കൊരു 6 മാർക്കിന് ചോദിച്ചാൽ എന്ത് ചെയ്തു നോക്കാം. ഒരു AC വേവ് ഫോം വരയ്ക്കും, ഒരു ഹാഫ് സൈക്കിൾ വരച്ചാൽ മതി. എന്നൊരു 5 പോയിന്റ് കൺസിഡർ ചെയ്യുക. I1, I2, I3, I4, I5. ഓക്കെ, ഇനി ആവറേജ് വാല്യൂ എന്തായിരുന്നു സംഭവം? I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4 പ്ലസ് I5 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഉണ്ട്. അപ്പോൾ ഡിവൈഡ് ബൈ 5 ആയിരുന്നു. RMS വാല്യൂ വരുമ്പോൾ എന്ത് വരും നോക്കാം. I ഈസ് ഈക്വൽ ടു റൂട്ട് മീൻ സ്ക്വയർ ആണല്ലോ, റൂട്ട് ഓഫ് ഓരോന്നിൻ്റെ സ്ക്വയർ എടുക്കുക. I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് I3 സ്ക്വയർ പ്ലസ് അങ്ങനെ പോയി എത്ര വരുന്നുണ്ട്? IN സ്ക്വയർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N. അപ്പോൾ എല്ലാത്തിനും കൂടി എന്ത് ഇടുക? റൂട്ട് ഇടുക. ഇനി അതുപോലെ എന്തുണ്ട്? വോൾട്ടേജിൻ്റെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിലോ V ഉണ്ട്. റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് V3 സ്ക്വയർ പ്ലസ് അങ്ങനെ പോയി VN സ്ക്വയർ ഡിവൈഡഡ് ബൈ N. ഓക്കെ, അപ്പോൾ ഇതാണ് RMS വാല്യൂൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഒരു ഇക്വേഷൻ ചോദിച്ചാൽ എന്ത് ചെയ്താൽ ഇത് 6 മാർക്കിന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾ എഴുതാം. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് RMS വാല്യൂ. ഒരു സൈനസോയിഡൽ വേവിൻ്റെ അല്ലെങ്കിൽ AC വേവ് ഫോമിൻ്റെ RMS വാല്യൂന് എന്ത് ചെയ്യണം? ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് വരയ്ക്കാം? ഒരു AC വേവ് ഫോം വരയ്ക്കാം. AC വേവ് ഫോമിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0 മുതൽ 2π വരെയാണ്. ഓക്കെ, നമുക്ക് തൽക്കാലം കറണ്ടാണ് I ആണ് എടുക്കുന്നത്. അപ്പോൾ 0π 2π ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. നമുക്ക് ആവറേജ് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആവറേജ് വാല്യൂവിൻ്റെ ഹാഫ് സൈക്കിൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. കാരണം അതേ വാല്യൂ തന്നെയാണ് നെഗറ്റീവിലും വരുന്നത്. അതുകൊണ്ട് ടോട്ടൽ സൈക്കിളിൽ ആവറേജ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ RMS വാല്യൂ അങ്ങനെയല്ല, ടോട്ടൽ സൈക്കിളിൻ്റെ RMS വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. I ഈസ് ഈക്വൽ ടു IM സൈൻ തീറ്റ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. I ഈക്വൽ ടു IM സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഇനി നോക്കാം RMS വാല്യൂ. RMS വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 മുതൽ 2π വരെ ഓരോ വാല്യൂ എന്ന് പറഞ്ഞത് I ആണ്. അപ്പോൾ എന്തെടുക്കുക? I സ്ക്വയർ എടുക്കുക. നോക്കാം, ഇൻറ്റഗ്രൽ 0 ടു 2π I സ്ക്വയർ ഡി തീറ്റ. എവിടെ വരുന്നുണ്ട്? ടോട്ടൽ ടൈം പീരീഡ് 0 ടു 2π. അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞത് 2π. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാത്തിനും റൂട്ട് ഇട്ട് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് ഇൻറ്റഗ്രൽ 0 ടു 2π ഐക്ക് പകരം I സ്ക്വയർ ഡി തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ 2π. 2π എന്ന് പറഞ്ഞത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടൈം പീരീഡാണ്. ഇനി എന്ത് നോക്കാം? ഐൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്താം? I ഈസ് ഈക്വൽ ടു നമുക്കറിയാം IM സൈൻ തീറ്റ. അപ്പോൾ ഐക്ക് പകരം എന്ത് കൊടുക്കുക? IM സൈൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ 0 ടു 2π IM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ IM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കാം, വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2π ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ 2π നമുക്ക് എന്തെടുക്കാം? ആദ്യം തന്നെ പുറത്തോട്ട് എടുക്കാം. ഇൻറ്റഗ്രൽ 1/2π ഇൻറ്റഗ്രൽ 0 ടു 2π IM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഈ 2π ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ 0 ടു 2π IM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഇനി നോക്കി വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ IM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ IM സ്ക്വയറിന് ഇങ്ങോട്ടേക്ക് കോൺസ്റ്റൻറ്റ് ടേമിനെ പുറത്തോട്ട് കൊണ്ടുവരാം. ഇതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം, നേരത്തെ 1/2π ഇൻറ്റഗ്രൽ 0 ടു 2π സൈൻ സ്ക്വയർ ഡി തീറ്റ ആയിരുന്നു. ഇപ്പോൾ എന്ത് വരിക? IM കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു തീറ്റയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ മാത്രം മതിയാവും. അപ്പോൾ എന്ത് ചെയ്യുക? IM സ്ക്വയറിനെ പുറത്തോട്ട് കൊണ്ടുവരിക. IM സ്ക്വയർ ബൈ 2π ഇൻറ്റഗ്രൽ 0 ടു 2π സൈൻ സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഇനി നോക്കാം, നമുക്ക് സൈൻ തീറ്റയുടെ ഇൻ്റഗ്രേഷൻ അറിയാം.
പക്ഷേ നമുക്ക് വേണ്ടി എന്താണ് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്തില്ല ഒരു ഇക്വേഷൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം സൈൻ സ്ക്വയർ തീറ്റയെ വേറെ ഏതെങ്കിലും ടേംസിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മാത്സിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2. അതായത് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഇനി എന്ത് ചെയ്യാം, ഈ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 എന്നുള്ള ടേം എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കുക എങ്ങനെ മാറുമെന്ന്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ഐ എം സ്ക്വയർ ബൈ 2π ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ഡി തീറ്റ. ഇനി നമുക്ക് എന്തെടുക്കാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ട് അല്ലേ, 2 കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ 2 എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 2π എന്നുള്ളത് എന്തായി മാറും, 4π ആയി മാറും. അപ്പോൾ ഐ എം സ്ക്വയർ ബൈ 4π ഇൻ്റഗ്രൽ 0 to 2π ബാക്കി എന്താ ഉള്ളത്, 1 മൈനസ് കോസ് 2 തീറ്റ ഡി തീറ്റ എന്ന് വരും. ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കിയോ, റൂട്ട് ഓഫ് ഐ എം സ്ക്വയർ ബൈ 4π 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, തീറ്റ ആയിരിക്കും വരും അല്ലേ. 1ൻ്റെ പകരം തീറ്റ. കോസ് 2 തീറ്റയുടെയോ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. 1ൻ്റെത് തീറ്റ, കോസ് 2 തീറ്റയുടെ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എങ്ങനെയാണ്, 0 മുതൽ 2π വരെ. അപ്പർ ലിമിറ്റ് 2πയും ലോവർ ലിമിറ്റ് 0 ആണ്. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. ഐ എം സ്ക്വയർ ബൈ 4π തീറ്റക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, എത്രയാണ് 2π മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0. അപ്പോൾ 2π മൈനസ് 0 എന്ന് വരും. മൈനസ് ഇനി സൈനിന് എന്തിട്ട് കൊടുക്കാം, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. സൈൻ 2π എന്ന് പകരം സൈൻ 2 ഇൻറ്റു 2π. അപ്പോൾ സൈൻ 4π ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് ഏതാണ്, സൈൻ 0 ബൈ 2. നമുക്കറിയാം സൈൻ പൈ, സൈൻ 2π, സൈൻ 3π, സൈൻ 4π ഒക്കെ എത്രയാണ് വാല്യൂ, 0 ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ നോക്കാം. ഐ എം സ്ക്വയർ ബൈ 4π 2π മൈനസ് 0 എത്രയാണ്, 2π ആണ്. മൈനസ് സൈൻ 4π ബൈ 2, സൈൻ 4π ബൈ 2 എന്ന് പറയുന്നത് സൈൻ 4π എത്രയാണ്, 0 ആണ്. അപ്പോൾ 0 ബൈ 2 0 തന്നെ. മൈനസ് ഓഫ് മൈനസ്, മൈനസും മൈനസും എന്തായി മാറും, പ്ലസ് ആയി മാറും. സൈൻ 0 എന്ന് പറയുന്നത് തന്നെയാണ് 0 തന്നെയാണ്. അപ്പോൾ ബാക്കി എന്തേ വരുള്ളൂ ഇവിടെ, ഐ എം സ്ക്വയർ ബൈ 4π 2π മൈനസ് 0 പ്ലസ് 0, 0 പ്ലസ് 0 0 ആയതുകൊണ്ട് ബാക്കി എന്തേ വരുള്ളൂ, 2π മാത്രം ബാക്കിയാവും. അപ്പോൾ റൂട്ട് ഓഫ് ഐ എം സ്ക്വയർ ബൈ 4π ഇൻറ്റു 2π. ഇനി എന്ത് ചെയ്യുക, 2πയും 4πയും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തേ കിട്ടുള്ളൂ, 2 കിട്ടും അല്ലേ. റൂട്ട് ഓഫ് ഐ എം സ്ക്വയർ ബൈ 2. അപ്പോൾ റൂട്ട് മാറ്റി നമുക്ക് എന്ത് കിട്ടും, ഐ എം സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഐ എം ആണ്. റൂട്ട് 2 ഐ എം ബൈ റൂട്ട് 2. അപ്പോൾ ടോട്ടൽ ആർ എം എസ് വാല്യൂ, കറണ്ടിൻ്റെ ആർ എം എസ് വാല്യൂ ഐ ആർ എം എസ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് 2. ഇനി 1 ബൈ റൂട്ട് 2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 0.707 ഐ എം എന്ന് കിട്ടും. അപ്പോൾ ഐ ആർ എം എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ഐ എം ബൈ റൂട്ട് 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ വാല്യൂ കൊടുത്താൽ 0.707 ഐ എം എന്ന് കൊടുക്കാം. ഇനി അതുപോലെ വോൾട്ടേജ് ആണ് നമ്മളടുത്ത് ചോദിച്ചെങ്കിലോ, ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും ഐ ആണ് ഇട്ട് കൊടുത്തത് അല്ലേ, ഐ എം സ്ക്വയർ അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ പകരം എന്ത് ഇട്ട് കൊടുക്കുക, വി ഇട്ട് കൊടുക്കുക, വി എം ഇട്ട് കൊടുക്കുക. അപ്പോൾ സിമിലർലി അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, വി എം ബൈ റൂട്ട് 2 എന്ന് കിട്ടും. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, 1 ബൈ റൂട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, 0.707 വി എം. അപ്പോൾ ഐ ആർ എം എസിൻ്റെ ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ടും വോൾട്ടേജും നമ്മൾ ഡിറൈവ് ചെയ്തു. കറണ്ട് ആണെങ്കിൽ ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു ഐ എം ബൈ റൂട്ട് 2, വോൾട്ടേജ് ആണെങ്കിൽ വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2. ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്, എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇത്. ആർ എം എസ് വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആവറേജ് വാല്യൂ, രണ്ടിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. ഓക്കെ.